നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ പോകുന്ന തരത്തിൽ ഉഗ്രനാശനശേഷിയുള്ള ബോംബെന്ന നിലയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾ പുറത്തെത്തിയത്. വോട്ട് ചോരി ക്യാമ്പയിനിങ്ങിലൂടെ പ്രതിപക്ഷ നിരയോട് ചേർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വൻ മുന്നേറ്റമാണ് രാഹുൽ നടത്തിയത്. അപ്പോൾ പോലും ആരോപണങ്ങളെ തെളിയിക്കാനോ ആയതിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനോ കോടതി സമക്ഷം പരാതി കൊടുക്കാനോ രാഹുൽ തയ്യാറായിരുന്നില്ല. ഏതായാലും രാജ്യത്തെ പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ വൻ ചലനമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. എന്നാൽ മഹാരാഷ്ട്രയിലെ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിലെ സഫോളജിസ്റ്റ് സഞ്ജയ് കുമാർ അതേക്കുറിച്ച് ട്വീറ്റ് ചെയ്ത പോസ്റ്റുകൾ പിൻവലിച്ചുകൊണ്ട് ക്ഷമാപണം നടത്തിയത് ഈ മുന്നേറ്റത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ഡാറ്റകളുടെ കൂടി പിൻബലവും രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് ആരോപണങ്ങൾക്ക് ശക്തി പകർന്നിരുന്നു. അതിനാൽ തന്നെ സഞ്ജയ് കുമാറിന്റെ ട്വീറ്റുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനുമെതിരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം ഗണ്യമായി കുറയുന്നു എന്ന ആരോപണം സഞ്ജയ് കുമാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ ക്രെഡിബിലിറ്റി ദിവസേന പൊളിഞ്ഞടങ്ങുന്നതിനാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കങ്ങൾ കടുപ്പിച്ചതിനാലും സഞ്ജയ് കുമാർ ട്വീറ്റ് പിൻവലിക്കുന്നുവെന്നും പോസ്റ്റിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഡാറ്റ താരതമ്യം ചെയ്യുമ്പോൾ പിശക് സംഭവിച്ചുവെന്നും തങ്ങളുടെ ടീം തുടർച്ചയായി ഡാറ്റ വായിച്ചത് തെറ്റായിട്ടായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സഞ്ജയ് കുമാറിന്റെ കൺഫെഷൻ. രാഹുൽ ഗാന്ധി തന്റെ കണ്ടെത്തലുകളെ ശക്തിപ്പെടുത്താൻ ഉദ്ധരിച്ച ഡാറ്റാ സ്ഥാപനം തന്നെ തെറ്റുകൾ സമ്മതിച്ചും പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിച്ചും രംഗത്ത് വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ വിശ്വാസ്യതയെ ബാധിച്ചിരിക്കുകയാണ്. എന്നാൽ അത് പുത്തൻ രാഷ്ട്രീയ നീക്കങ്ങൾക്കും സംഘർഷത്തിനും കാരണമായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ വ്യാജവിവരണം പ്രചരിപ്പിക്കാൻ ഗവേഷണ സ്ഥാപനം സ്ഥിരീകരിക്കാത്ത ഡാറ്റ പുറത്തുവിട്ടുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഈ വർഷം ആദ്യം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനും ഇടയിൽ നാസിക് വെസ്റ്റിലെയും ഹിംഗനയിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം യഥാക്രമം 47%, 43% വർദ്ധിച്ചു എന്നതാണ് ഇതിലെ യഥാർത്ഥ വിശദാംശങ്ങൾ. ഇതോടെ BJPക്കെതിരായ വോട്ട് തട്ടിപ്പ് ആക്രമണത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. സഞ്ജയ് കുമാർ ക്ഷമാപണം നടത്തിയിട്ടും കോൺഗ്രസ് തങ്ങളുടെ പോയിന്റുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. അതിന് പാർട്ടി വക്താവായ സുജാത പോൾ പറഞ്ഞ വിശദീകരണം CSDS എന്നത് കോൺഗ്രസ് ഡാറ്റ ശേഖരിച്ച സ്രോതസ്സുകളിൽ ഒന്ന് മാത്രമാണെന്നായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ എടുത്തെങ്കിലും തങ്ങളുടെ ഉറവിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നും മഹാരാഷ്ട്രയിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ പോരാടിയ മുഴുവൻ പ്രതിപക്ഷത്തിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഉപയോഗിച്ച് ഞങ്ങളിത് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും സഞ്ജയ് കുമാർ ക്ഷമാപണം നടത്തിയത് അത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടേതല്ലെന്നുമാണ് കോൺഗ്രസ് വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്.